കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 2 യൂണിറ്റ് 1 ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, സോ വെൽക്കം ടു മൈ ചാനൽ. An umbrella for all. Let's read. നമുക്ക് വായിച്ചു തുടങ്ങാം. A small ant was searching for food. Suddenly, it started raining. I am all wet. Where shall I find shelter? The ant looked around. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഒരു ചെറിയ ഉറുമ്പ് ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സെർച്ചിങ് ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സെർച്ചിങ് എന്ന് പറഞ്ഞാൽ തിരയുക. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അങ്ങനെ പെട്ടെന്ന് സഡൻലി മഴ പെയ്യാൻ തുടങ്ങി. ഐ എം ഓൾ വെറ്റ്, വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ. അയ്യോ, ഞാൻ മുഴുവനും നനഞ്ഞു പോയല്ലോ, എവിടെയാണ് എനിക്കൊന്ന് കയറി നിൽക്കാൻ പറ്റുക? ഈ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വെയിലിൽ നിന്നായാലും മഴയായാലും എന്തിൽ നിന്നായാലും നമുക്ക് അത് കൊള്ളാതെ കയറി നിൽക്കാൻ ഒരു സ്ഥലം. ഇപ്പം പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഓടി കയറുന്നില്ലേ? അപ്പം വീട് നമ്മളെ ഷെൽട്ടറായി മാറും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോഡിൽ നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, കുട കയ്യിലില്ലെങ്കിൽ നമ്മൾ അവിടെ കാണുന്നൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഓടി കയറും. അപ്പോൾ ബസ് സ്റ്റോപ്പ് നമുക്കൊരു ഷെൽട്ടറായി മാറും. അതാണ് ഉറുമ്പ് ചോദിക്കുന്നത് ഇവിടെ. അയ്യോ, മഴ പെയ്തു, ഞാൻ എല്ലാം നനഞ്ഞു പോയി, ഞാൻ മുഴുവനും നനഞ്ഞു, എനിക്കൊരു ഷെൽട്ടർ എവിടെയാണ് എനിക്ക് കാണാൻ സാധിക്കുക? വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ? ദ ആന്റ് ലുക്ക്ഡ് അറൗണ്ട്. അങ്ങനെ ഈ ഉറുമ്പ് അവിടെ ചുറ്റുപാടൊക്കെ നോക്കി. ഇനി നമുക്ക് മുന്നോട്ട് വായിക്കാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വേർ വിൽ ദ ആന്റ് ഗെറ്റ് ഷെൽട്ടർ? എവിടെയാണ് ഈ ഉറുമ്പിനൊരു ഷെൽട്ടർ ലഭിക്കുക? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ കാണാം, ഉണ്ടോ, ഒരു ചിത്രമുണ്ട്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറുമ്പ് ആകെ വിഷമിച്ച് എവിടെ പോകണമെന്ന് അറിയില്ല, ഷെൽട്ടർ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഉറുമ്പ് നടന്ന് നീങ്ങാണ്. അടുത്ത പേജിലേക്ക് വരുമ്പോൾ എന്താ അവിടെ പറയുന്നത്? ലിസൺ ടു യുവർ ടീച്ചർ. ദ ജെന്റൽ റെയിൻ ടേൺഡ് ഇൻടു എ ഹെവി ഷവർ. ദ ആന്റ് വാക്ക്ഡ് ഫാസ്റ്റ്. ഫാർ അവേ ഹി സോ സംതിങ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ജെന്റൽ റെയിൻ ടേൺഡ് ഇൻടു എ ഹെവി ഷവർ. ജെന്റൽ റെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചാറ്റൽ മഴ, ചെറുങ്ങനെ. ടേൺഡ് ഇൻടു എ ഹെവി ഷവർ. ഹെവി ഷവർ എന്ന് പറഞ്ഞാൽ നല്ല കുത്തിച്ചൊരിയുന്ന മഴ, നല്ല ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി എന്നാണ് ഇവിടെ ഹെവി ഷവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ആന്റ് വാക്ക്ഡ് ഫാസ്റ്റ്. ആ ഉറുമ്പ് അങ്ങനെ വേഗം നടക്കാൻ തുടങ്ങി. ഫാർ അവേ ഹി സോ സംതിങ്. അങ്ങനെ ദൂരെ ഈ ഉറുമ്പ് എന്തോ കണ്ടു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഡിഡ് ദ ആന്റ് സീ? ഇവിടെ വീണ്ടും ഒരു ചോദ്യം. എന്താണ്? വാട്ട് ഡിഡ് ദ ആന്റ് സീ? ഇവിടെ പറയുന്നുണ്ടല്ലോ, ഫാർ അവേ ഹി സോ സംതിങ്. ദൂരെ ഈ ഉറുമ്പ് എന്തോ കണ്ടു. അതെന്താണ് കണ്ടത്? നമുക്ക് വീണ്ടും വായിക്കാം. ദ ആന്റ് സോ എ ടൈനി മഷ്റൂം. ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ദ ആന്റ് സാറ്റ് അണ്ടർ ഇറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ദ ആന്റ് സോ എ ടൈനി മഷ്റൂം. എന്താണ് ഈ മഷ്റൂം? മഷ്റൂമിന് മലയാളത്തിൽ കൂൺ എന്ന് പറയാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റിലെ ഫസ്റ്റ് പേജിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് ഈ തവള കയറിയിരിക്കുന്ന സാധനം. കണ്ടില്ലേ? ഇതാണ് മഴയത്ത് മുളച്ചു വരുന്ന, മഴ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളയ്ക്കുന്ന കൂൺ, മഷ്റൂം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതാണ് ഈ ആന്റ് ദൂരെ നിന്ന് കണ്ടത്. ഓക്കെ, അങ്ങനെ ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടി. മഴ ശക്തമായി പെയ്തു തുടങ്ങിയല്ലോ, അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. അതിൻ്റെ നിറം ചുവപ്പായിരുന്നു. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ആ ചുവപ്പിൽ അതിൻ്റെ മേലെ മഞ്ഞ കുത്തുണ്ടായിരുന്നു. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാൻ ഇതിനെ ഒരു കൊടയായിട്ട് ഉപയോഗിക്കും. ദ ആന്റ് സാറ്റ് അണ്ടർ ഇറ്റ്. അങ്ങനെ ഈ ഉറുമ്പ് എന്ത് ചെയ്തു? അതിൻ്റെ അടിയിൽ പോയിട്ട് ഇരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കിയതുപോലെ ഈ ഉറുമ്പ് ഇവിടെ ഈ മഷ്റൂമിന്റെ അടിയിൽ പോയി ഇരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണുന്നല്ലോ, ചിത്രം കാണുന്ന പോലെ ഈ അടിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഈ മഴ കൊള്ളാതിരിക്കാനുള്ളൊരു കൊട പോലെയാണ് ഈ മഷ്റൂമിനെ ആ ഉറുമ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ഓക്കെ, ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. ദ ആന്റ് സാറ്റ് അണ്ടർ ദ മഷ്റൂം ലുക്കിംഗ് അറ്റ് ദ റെയിൻ. He saw
a butterfly. Her wings were very wet. Sorry, her wings were wet. The butterfly came near the mushroom. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? The rain came down heavily. അപ്പോൾ മഴ ശക്തി കൂടി. The ant sat under the mushroom looking at the rain. അങ്ങനെ ഈ ശക്തമായിട്ട് പെയ്യുന്ന മഴയെ നോക്കിക്കൊണ്ട് ഈ ഉറുമ്പ് ഈ കൂണിന്റെ അടിയിലിരുന്നു. He saw a butterfly. അപ്പോ അവിടെ ഇരുന്നു കൊണ്ട് ഒരു പൂമ്പാറ്റനെ ഈ ഉറുമ്പ് കാണുകയാണ്. Her wings were wet. ആ പൂമ്പാറ്റന്റെ ചിറകുകളൊക്കെ നനഞ്ഞു. The butterfly came near the mushroom. അങ്ങനെ ആ പൂമ്പാറ്റ പറന്ന് ഈ മഷ്റൂമിന്റെ ഈ കൂണിന്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Will the ant let the butterfly in? അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഉറുമ്പ് ഈ ബട്ടർഫ്ലൈനെ ഈ കൂനിന്റെ അടിയിലേക്ക് ഇരിക്കാൻ സമ്മതിക്കുമോ? നമുക്ക് മുന്നോട്ട് വായിക്കാം. A butterfly slowly came near the mushroom. I'm so wet. I can't fly. Please let me in. How can I let you in? There's no space for you, said the ant. Please, I shall sit close to you, the butterfly said. Okay, the ant agreed. The butterfly got in. A butterfly slowly came near the mushroom. അങ്ങനെ ഒരു പൂമ്പാറ്റ പതുക്കെ ഈ കൂണിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയാണ്, I am so wet. I can't fly. Please let me in. അപ്പം ഞാൻ വളരെ നനഞ്ഞിരിക്കുന്നു, എനിക്ക് പറക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഈ കൂനിന്റെ അടിയിലേക്ക് വന്നോട്ടെ. How can I let you in? There's no space for you, said the ant. അപ്പൊ ഉറുമ്പ് പറയാണ്, എങ്ങനെയാ നിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റിയിരുത്തുക? ഇവിടെ ഒരു സ്ഥലമില്ലല്ലോ. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലല്ലോ, സ്പേസ്. Please, I shall sit close to you, said the butterfly. ഓക്കെ, അപ്പൊ എന്താ ഈ ബട്ടർഫ്ലൈ പറഞ്ഞത്? ദയവ് ചെയ്തിട്ട് എന്നെ അനുവദിക്കൂ, ഞാൻ നിന്റെ അടുത്തിരുന്നോളാം. ഓക്കെ, the ant agreed. ശരി, എന്നാ പിന്നെ നീ വാ, കേറിക്കോ, നീ എന്റെ അടുത്തിരുന്നോളൂ. The butterfly got in. അങ്ങനെ ഈ ബട്ടർഫ്ലൈ അകത്തേക്ക് കയറുകയാണ്. നെക്സ്റ്റ് പേജിൽ വായിക്കാം. Listen to your teacher. The ant moved over and made space for the butterfly. അങ്ങനെ ബട്ടർഫ്ലൈ ചോദിച്ചത് പ്രകാരം ആ ഉറുമ്പ് ലേശം നീങ്ങിക്കൊടുത്തു, എന്നിട്ട് സ്ഥലം കൊടുത്തു ആ ബട്ടർഫ്ലൈക്ക്. They watched the rain. അവർ രണ്ടുപേരും കൂടെ മഴ നോക്കിയിരുന്നു. Suddenly somebody ran in. പെട്ടെന്നാണ് ആരോ ഈ കൂനിന്റെ അടിയിലേക്ക് ഓടിക്കയറിയത്. Who will be that? ആരായിരിക്കും ആ ഓടിക്കയറിയത്? നമുക്ക് നോക്കാം. Squeak, squeak, squeak. A mouse came there running. Friends, let me in. I am wet all over. How can we let you in? There is no room here, the butterfly said. Please give me some space, the mouse cried. The ant and the butterfly sat closer. The mouse also got in. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ഓടിക്കേറിയത് ആരാണ്? എ മൗസ്, ഒരു എലി. സ്ക്വീക്ക് സ്ക്വീക്ക് സ്ക്വീക്ക്, അതാ എലിന്റെ കരച്ചിലാണത്. എന്നിട്ട് ആ മൗസ് ഓടി ഇങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് പറയാ, ഫ്രണ്ട്സ്, ചങ്ങാതിമാരെ, ലെറ്റ് മീ ഇൻ, എന്നെ അകത്തേക്ക് കയറ്റൂ. ഐ ആം ഓൾ വെറ്റ്, ഞാൻ ഫുള്ളായിട്ട് നനഞ്ഞിരിക്കുക. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ? ദർ ഈസ് നോ റൂം ഹിയർ. എങ്ങനെയാ നിന്നെ ഇതിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറ്റുക? ഇവിടെ സ്ഥലമില്ല. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ മലയാളത്തിലെ മുറി എന്നല്ല, റൂമില്ല, സ്പേസ് ഇല്ല, സ്ഥലമില്ല എന്നർത്ഥം. അങ്ങനെ ആര് പറഞ്ഞു? ആ ബട്ടർഫ്ലൈ പറഞ്ഞു. പ്ലീസ് ഗീവ് മീ സം സ്പേസ്, ദ മൗസ് ക്രൈഡ്. അപ്പം മൗസ് അങ്ങനെ സങ്കടത്തോടെ കരഞ്ഞു പറയാണ്, എനിക്ക് കുറച്ച് സ്ഥലം തരൂ. ദ ആന്റ് ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. അപ്പൊ എന്ത് ചെയ്ത്? ഈ ഉറുമ്പും ബട്ടർഫ്ലൈ വീണ്ടും കുറച്ചുകൂടെ അടുത്തിരുന്നിട്ട് ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അപ്പം ഈ എലിയും കൂടെ ആ കൂണിന്റെ അടിയിലേക്ക് കയറിയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ചിത്രം കാണാലോ നമുക്ക്. ഇപ്പൊ നമ്മൾ വായിച്ച പാരഗ്രാഫില്ലേ, ആ പാരഗ്രാഫിൽ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു ചിത്രീകരണം. എലി സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഞാൻ മുഴുവൻ നനഞ്ഞിരിക്കുകയാണല്ലോ, എനിക്ക് കുറച്ച് സ്ഥലം തരൂ എന്നൊക്കെ പറയുന്ന ഇപ്പൊ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയ ആ പാരഗ്രാഫിന്റെ പിക്ചറൈസേഷൻ, ചിത്രീകരണം. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 12 വായിക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡർ. എന്താ അവിടെ പറയുന്നത്? മഴ വീണ്ടും ശക്തി കൂടി. ഹാർഡർ എന്ന് പറഞ്ഞാൽ
ഉറപ്പ് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ മഴയെ സംബന്ധിച്ച് പറയുന്നത് വീണ്ടും മഴയ്ക്ക് ശക്തി കൂടി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ സം ടൈം എ ലിറ്റിൽ സ്പാരോ വാക്ക്ഡ് ടുവേർഡ്സ് ദ മഷ്റൂം ക്രൈങ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു ചെറിയ കുരുവി, സ്പാരോ കുരുവി, ഈ മഷ്റൂമിന്റെ അടുത്ത്, ഈ കൂണിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഷീ കുഡ് നോട്ട് ഫ്ലൈ. ആ കുരുവിക്ക് പറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റെയിൻ ഡ്രോപ്സ് were dripping from her wings. അതായത് ഈ മഴയത്ത് മഴ നനഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഈ കുരുവിന്റെ ചിറകുകളൊക്കെ നനഞ്ഞ് മഴവെള്ളങ്ങൾ ഇങ്ങനെ ഉറ്റുന്നുണ്ടായിരുന്നു. അതായത് ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറ്റുക. പിന്നെ ഇവിടെ ചോദ്യം, വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? അപ്പോൾ ഇവിടെ കൂനിന്റെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത്? കൂനിന്റെ അടിയിൽ ആരൊക്കെയാ ഉള്ളത്? ഉറുമ്പുണ്ട്, പൂമ്പാറ്റയുണ്ട്, പിന്നെ മൂന്നാമത്തെ ആള് എലി. ഇപ്പൊ ഇവർ 3 പേരും ഈ കൂനിന്റെ അടിയിലുള്ളത്. ഇപ്പൊ ഇവിടെ ഈ കുരുവി വന്നിട്ട് ചോദിക്കുകയാണ്, അകത്ത് ഞാൻ കേറിക്കോട്ടെ, ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ. അപ്പൊ ഇവരിവിടെ ഈ സ്പാരോനെ കയറ്റുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എ ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ് ടു ദ മഷ്റൂം. ഐ എം സോ ടയർഡ്, can I sit with you? The sparrow cried aloud. But there is no room here, the mouse said. Please move over just a little, the sparrow pleaded. They moved over and there was space enough for the sparrow too. ഇവിടെ എന്താ പറയുന്നത്? ഒരു ചെറിയ കുരുവി ഈ മഷ്റൂമിന്റെ അടുത്തേക്ക് തുള്ളി തുള്ളി വന്നു. അതായത് നടന്നു വന്നു. നമ്മൾ നേരത്തെ വായിച്ചില്ല, ഈ ഇവിടെ ഹോപ്ഡ് എന്നാ പറയുന്നത്. അതായത് തുള്ളി തുള്ളി വന്നു. ഐ എം സോ ടയർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടി ഇരിക്കണം, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാൻ മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ദ സ്പാരോ ക്രൈഡ് അലൗഡ്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയാണ്. ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. പക്ഷെ ഇവിടെ സ്ഥലമില്ലല്ലോ എന്ന് ആ എലി പറഞ്ഞു. അപ്പം ആ സ്പാരോ ഇങ്ങനെ, ദ സ്പാരോ പ്ലീഡഡ് എന്ന് വെച്ചാല് വളരെ അപേക്ഷിക്കുകയാണ്, കെഞ്ചി അപേക്ഷിക്കുകയാണ്. പ്ലീഡഡ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, കുറച്ച് അങ്ങോട്ട് നീങ്ങൂ പ്ലീസ്. അപ്പോ ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു. അപ്പൊ ഇവര് 3 പേരും ഒരു സ്ഥലത്തേക്ക് ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒതുങ്ങി നിന്നു. അപ്പോ ഈ സ്പാരോയും കൂടെ ഈ കൂനിന്റെ അടിയിലേക്ക് കയറി. ഇവിടെ കാണാലോ നമുക്ക്, ഈ സ്പാരോ കരഞ്ഞുകൊണ്ട് ഇവരോട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, ആരെയൊക്കെ ഇതിനകത്ത് ഞാൻ കയറിക്കോട്ടെ, എനിക്ക് നനഞ്ഞിരിക്കുകയാണ്, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, എനിക്ക് മഴ നനയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിക്കോട്ടെ എന്നൊക്കെ ഇപ്പൊ നമ്മൾ വായിച്ച പോലെ ഈ സ്പാരോ ചോദിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പേജ് നമ്പർ 13. Listen to your teacher. The ant, the butterfly, the mouse and the sparrow sat under the mushroom. Suddenly they heard a loud cry. They saw a rabbit rushing towards them. His eyes were filled with fears. His soft fur had patches of mud. എന്താ ഇവിടെ പറയുന്നത്? ഒരു ഉറുമ്പ്, പിന്നെ ബട്ടർഫ്ലൈ അതായത് പൂമ്പാറ്റ, പിന്നെ എലി, പിന്നെ കുരുവി, ഇവരെല്ലാവരും ആ കൂനിന്റെ അടിയിലിരിക്കുകയാണ്. സഡൻലി, പെട്ടെന്ന്, they heard a loud cry, അവര് ഒരു ഒച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. എന്നിട്ട് എന്താണ് പറയുന്നത്? they saw a rabbit rushing towards them. അപ്പൊ അവര് കണ്ടത് എന്താ? ഒരു മുയല് ഇവരെ അടുത്തേക്ക് വരികയാണ് ഓടിയിട്ട്. ഹിസ് ഐസ് were filled with fears. അവന്റെ കണ്ണുകള് പേടി കൊണ്ട് ഇങ്ങനെ ഉരുണ്ട് തള്ളി ഉണ്ടായിരുന്നു. ഓക്കെ. ഹിസ് സോഫ്റ്റ് ഫർ ഹാസ് പാച്ചസ് ഓഫ് മഡ്. അവന്റെ മൃദുവായ രോമത്തിന്റെ മേലെയെല്ലാം മണ്ണ് പുരണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ചോദ്യം, വൈ വാസ് ദ റാബിറ്റ് ക്രൈങ്? എന്തിനായിരുന്നു ഈ റാബിറ്റ്, ഈ മുയല് കരഞ്ഞുകൊണ്ട് പേടിച്ചിട്ടൊക്കെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണാലോ, മുയലിന്റെ മുഖം തന്നെ കണ്ടറിയാം, എന്തോ കണ്ട് പേടിച്ച് ആകെ വരണ്ട് ഇരിക്കുകയാണ്. അവന്റെ ശരീരത്തിന് മേലെല്ലാം ചളി പുരണ്ടതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് വായിക്കാം. ലെറ്റ്സ് റീഡ്. എ റാബിറ്റ് കെയിം റണ്ണിംഗ് ടു ദ മഷ്റൂം. സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ്. Oh, hide me, a fox is chasing me. The rabbit was shivering with fear. Poor rabbit, said the butterfly. Let's move a little more and take him in, said the ant. ഇവിടെ എന്താ പറയുന്നത്? റാബിറ്റ് കെയിം റണ്ണിംഗ് ടു ദ മഷ്റൂം. അപ്പൊ നമ്മൾ നേരത്തെ മുകളിൽ വായിച്ചതുപോലെ ഒരു മുയല് ഈ കൂനിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് എന്താണ്
ഹി ക്രൈഡ്, ഉറക്കെ കരച്ചലാണ്, ഉറക്കെ പറയാണ് എന്ത്, സേവ് മീ പ്ലീസ്, അയ്യോ എന്നെ ഒന്ന് ദയവ് ചെയ്ത് രക്ഷിക്കണമേ. അപ്പോ എന്താണ് കാരണം? ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. എന്താ കാര്യമല്ലോ, ഒരു കുറുക്കൻ എന്നെ പിന്തുടർന്ന് എന്റെ പിന്നാലെ വരുന്നുണ്ട്, ചേസിങ് മീ. അതുകൊണ്ട് എന്നെ ഒന്ന് ഒളിപ്പിക്കൂ എവിടെയെങ്കിലും, ഹൈഡ് മീ, ഒളിപ്പിക്കുക. ദ റാബിറ്റ് വാസ് ഷിവറിംഗ് വിത്ത് ഫിയർ. ഈ മുയലാണെങ്കിലോ പേടിച്ചിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു, ഷിവറിംഗ്, വിറ. ഓക്കെ. പുവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. അപ്പൊ ഇത് കണ്ടിട്ട് പൂമ്പാറ്റ എന്ത് പറഞ്ഞു? അയ്യോ പാവം മുയല്. അങ്ങനെ അതിനുശേഷം ഈ സെഡ് ദ ആൻഡ്, ഉറുമ്പ് പറയാണ്, ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ. നമുക്കെല്ലാം ഒരു ഭാഗത്തേക്ക് ലേശം ലേശം ഒതുങ്ങി നിന്നിട്ട് ആ മുയലിന് ഈ കൂരിന്റെ അടിയിലേക്ക് കയറാനുള്ള സ്ഥലം കൊടുക്കാം, അവനെ അകത്തേക്ക് കയറ്റാം. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? ഈ കുറുക്കൻ ഈ മുയലിനെ കണ്ടുപിടിക്കുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? അപ്പം ഈ ഉറുമ്പും പൂമ്പാറ്റയും ഒക്കെ എലിയും എല്ലാവരും കൂടെ ഈ മുയലിനെ എങ്ങനെയാണ് ഒളിപ്പിക്കുക? അങ്ങനെ 2 ചോദ്യം ഇവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ 14, പേജ് നമ്പർ 14. ലിസൺ ടു യുവർ ടീച്ചർ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. അങ്ങനെ ഈ കുറുക്കൻ ഈ മഷ്റൂമിന്റെ അടുത്തേക്ക്, ഈ കൂവിന്റെ അടുത്തേക്ക് ഓടി വന്നു. ഹാവ് യു സീൻ എ റാബിറ്റ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു മുയലിനെ കണ്ടോ? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. അങ്ങനെ ഈ കുറുക്കൻ അവിടെ എല്ലാം ചുറ്റുവട്ടമൊക്കെ നോക്കി. ഇതാ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ നൃത്തം കാണുന്നത് കണ്ടോ? കുറുക്കൻ നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് മുന്നോട്ട് വായിക്കാം. എ ഫോക്സ് കെയിം റണ്ണിങ് ദേർ. ഓക്കെ, ഒരു കുറുക്കൻ അവിടെ ഓടി വന്നു. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ഈ ഷാർപ്പ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ചെവി, ആ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു പിടിച്ചു, എവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് ചുറ്റുപാടും നോക്കി. there's a smell of a rabbit around. ഓക്കെ, എനിക്കൊരു മുയലിന്റെ മണം കിട്ടുന്നുണ്ട് ഇവിടെ, ചുറ്റുവട്ടത്തിന് എവിടുന്നോ മുയലിനെ മണക്കുന്നുണ്ട് എനിക്ക്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? ഇവിടെ അവൻ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുറുക്കൻ ചോദിക്കുകയാണ്. പേജ് 15. ലെറ്റ്സ് റീഡ്, വായിക്കാം. യു സിലി ഫോക്സ്, ഹൗ കൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക്ഡ് ദ മൗസ്. There's no space here, can't you see? asked the ant. The fox lifted his nose up, flicked his tail and ran off. അപ്പൊ ഈ മൗസ് ചോദിക്കുകയാണ്, എന്താണ്? യു സിലി ഫോക്സ്, ഓ വിവരമില്ലാത്ത കുറുക്ക, നിനക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത്. ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? എങ്ങനെയാണ് ഒരു മുയലിന് ഈ ഒരു കൂണിന്റെ അടിയിൽ ഒളിക്കാൻ പറ്റുക? അപ്പോൾ ഉറുമ്പ് പറയാണ്, there's no space here, can't you see? ഇവിടെ സ്ഥലമില്ല, ഓക്കെ, അത് നിനക്ക് കണ്ടൂടെ? ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അപ്പൊ ഫോക്സ് ഇങ്ങനെ തല ഉയർത്തി, മൂക്ക് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച്, എന്നിട്ട് കുറച്ചു നേരം ആലോചിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്ലിക്ഡ് ഹിസ് ടെയിൽ, അവന്റെ വാലൊന്ന് ഇളക്കി, ആൻഡ് റാൻ ഓഫ്, എന്നിട്ട് ഓടിപ്പോയി. ഓക്കെ, ഇവിടെ 2 ചോദ്യം. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം ഈ കുറുക്കൻ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? വിൽ ഹി കം ബാക്ക്? അവൻ വീണ്ടും തിരിച്ചു വരുമോ സംശയം തോന്നിയിട്ട്? അങ്ങനെ 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ചിത്രം കണ്ടോ? ഈ കുറുക്കനായിട്ട് ഇവർ സംസാരിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് മുയല് അവിടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് 16. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വാസ് ഓവർ. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. Everyone came out of the mushroom with joy. They became friends. ഇവിടെ എന്താ പറയുന്നത്? The rain was over. അങ്ങനെ മഴ നിന്നു. The sun looked out from behind the clouds. അങ്ങനെ സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. Looked out എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു. Everyone came out of the mushroom with joy. അപ്പം മഴ പോയി, സൂര്യപ്രകാശം വന്നപ്പം ഈ മഷ്റൂം, ഈ കൂനിന്റെ അടിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. They became friends. അവരൊക്കെ വലിയ ഉറ്റ സുഹൃത്തുക്കളായി മാറി. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി എന്താണ് അവര് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ്. ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. അറ്റ് ഫസ്റ്റ് there was space just for myself, and then all of us could sit under the mushroom. How was it possible? The ant was really confused. Quahaha, quahaha. Somebody laughed loudly behind them. ഇവിടെ എന്താ പറയുന്നത്?
ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ഉറുമ്പ് മറ്റ് ഫ്രണ്ട്സിനെ ഒക്കെ നോക്കി. എന്നിട്ട് പറയാണ്, അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈ സെൽഫ്. ആദ്യം ഇതിന്റെ അടിയിൽ എനിക്ക് മാത്രമേ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ, ദെൻ ഓൾ ഓഫ് us കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. പിന്നീട് നമുക്ക് എല്ലാവർക്കും ഈ കൂനിന്റെ അടിയിൽ ഇരിക്കാൻ സാധിച്ചു. ഹൗ വാസ് ദിസ് പോസിബിൾ? ഇതെങ്ങനെ സാധിച്ചു? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ഈ ഉറുമ്പ് ആകെ ആശയക്കുഴപ്പത്തിലായി. കൺഫ്യൂസ് എന്നാൽ ആശയക്കുഴപ്പത്തിലാവുക. അപ്പോൾ ഇവിടെ ഒരു ചിരിയുടെ ശബ്ദം കേൾക്കുകയാണ്. സംബഡി ലാഫ്ഡ് ലൗഡ്ലി ബിഹൈൻഡ് ദം. അപ്പം വളരെ ഉറക്കെ ഇവരുടെ പുറകിൽ നിന്ന് ആരോ ചിരിച്ചു. നമ്മളിപ്പോൾ മുകളിൽ വായിച്ച ആ കാര്യത്തിന്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ഉറുമ്പ് അതിശയത്തോടുകൂടെ ചോദിക്കുകയാണ് എല്ലാവരോടും, എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ അടിയിൽ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയത്? ഹു വാസ് ലാഫിംഗ് അലൗഡ്? ആരാണ് ഉറക്കെ ചിരിച്ചത്? ഒരു ചോദ്യം ഇവിടെയുണ്ട്. ഓക്കെ, പേജ് 17. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. They saw a fat green frog. It was sitting on the top of the mushroom. Quah-ha-ha, laughed the frog, shaking his head at them. Don't you know what happens to a mushroom during rain? And he hopped away, still laughing. ഇവിടെ എന്താണ്? They saw a fat green frog. ഒരു തടിച്ച പച്ച നിറത്തിലുള്ള തവളയെയാണ് ഇവർ കണ്ടത്. It was sitting on the top of the mushroom. ഈ തവള ആ കൂനിന്റെ മേലെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. അവരെ നേരെ നോക്കിയിട്ട് തല കുലുക്കിക്കൊണ്ട് ഉറക്കെ അങ്ങനെ ചിരിച്ചു. ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ. എന്നിട്ട് തവള ചോദിക്കുകയാണ്, ഈ മഴ സമയത്ത് ഈ കൂനുകൾക്കൊക്കെ എന്താണ് സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റിൽ ലാഫിംഗ്, അപ്പം ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഹി ഹോപ്ഡ് എവേ, അങ്ങനെ അവിടെ നിന്ന് ചാടി പോയി. ഓക്കെ, വൈ വാസ് ദ ഫ്രോഗ് ലാഫിംഗ്? അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ തവള ചിരിച്ചത്? ഇപ്പൊ ഇവിടെ നിങ്ങളൊരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രമാണ് നമ്മളിപ്പോ വായിച്ച പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രീകരണം. ഓക്കെ, തവള ആ കൂനിന്റെ മേലെ ഇരുന്നു കൊണ്ട് ഇവരോട് അങ്ങനെ സംസാരിക്കുകയാണ്. പേജ് 18. പേജ് 18 ഇവിടെ ഒരു ചിത്രമുണ്ട്, കണ്ടോ? ഇവിടെ നേരത്തെ കൂനിന്റെ മേലെ ഇരുന്ന തവള അത് ചിരിച്ചുകൊണ്ട് ചാടിപ്പോയി എന്നാണ് നമ്മൾ വായിച്ചത്, കണ്ടോ? അല്ല, ചിരിച്ചുകൊണ്ട് ചാടിപ്പോവാണ്. അപ്പൊ ചാടി പോകുന്നതിന്റെ മുന്നേ തവള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ്? ഈ മഴക്കാലത്തൊക്കെ ഈ കൂനുകൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂംസ് ഡ്യൂറിങ് റെയിൻ? അതായിരുന്നു തവള ചോദിച്ച ചോദ്യം. നമുക്കിനി ഇവിടെ വായിക്കാം. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ ഇവരെല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നാൽ അവർക്ക് അറിയില്ല എന്താ കാരണം എന്ന്. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. അതിനുശേഷം അവര് ഈ കൂനിനെ നോക്കി. ആൻഡ് സഡൻലി ദേ നോട്ടീസ്ഡ് സംതിങ്. പെട്ടെന്നാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. ഈ കൂന് വളർന്ന് വലുതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം അതിന്റെ അടിയിൽ സുഖമായിട്ട് മഴ കൊള്ളാതെ നിൽക്കാൻ സാധിച്ചത്. പേജ് 19. ലെറ്റ്സ് സിംഗ്. ഇവിടെ നമുക്ക് പാടാം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഹെഡിങ് കാണാം, ബണ്ണീസ് അംബ്രല. ബണ്ണി എന്ന് പറഞ്ഞാൽ മുയൽ. അപ്പം ഒരു മുയലിന്റെ കുട എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പച്ച തത്ത ഒരു കൂനിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ, കൂനിന്റെ അടിയിൽ ഒരു മുയലിനെ കാണാം. ഇതാണ് ബണ്ണി. പിന്നെ ഒരു ചെറിയ കുട്ടിക്കുരങ്ങ് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി പദ്യം വായിക്കാം. ആദ്യത്തെ 4 വരി എന്താണ് പറയുന്നത് നോക്കാം. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദി സ്കൈ, എ മഷ്റൂം സ്റ്റാൻഡിംഗ് ടാൾ ആൻഡ് ഡ്രൈ, ദ ബണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ, സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. ഇവിടെ എന്താ പറയുന്നത്? റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നുണ്ട്. എ മഷ്റൂം സ്റ്റാൻഡിംഗ് ടാൾ ആൻഡ് ഡ്രൈ. ഒരു കൂന് വളരെ ഉയരത്തിലും അതിന്റെ പരിസരമൊക്കെ നല്ല ഉണങ്ങിയിട്ടുള്ളതാണ്. ദ ബണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ഒരു മുയല് അതിന്റെ അടിയിലേക്ക് ചാടി വന്ന് അവിടെ ഒളിച്ചിരിക്കുന്നു. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. അപ്പം ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ നിന്നും അടിക്കുന്ന കാറ്റിൽ നിന്നുമൊക്കെ വളരെ സേഫ് ആയിട്ടാണ് ഈ മുയലിന്റെ കുട്ടി ഇതിന്റെ അടിയിൽ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത 4 വരി നമുക്ക് നോക്കാം. താങ്ക് യു മഷ്റൂം, ബിഗ് ആൻഡ് വൈഡ്, യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്, വിത്ത് എ ഹോപ്പ് ദ ബണി ഹാസ് ഗോൺ, ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിംഗ് ഓൺ. അങ്ങനെ ഈ ബണ്ണി എന്താണ് ചെയ്യുന്നത്?
ഈ വലിയ മഷ്റൂമിനോട്, ബിഗ് ആൻഡ് വൈഡ്, അതായത് വലിയതും വളരെ പരന്ന വട്ടത്തിൽ കിടക്കുന്നതായിട്ടുള്ള ആ മഷ്റൂമിനോട് നന്ദി പറഞ്ഞു. എന്തിന്? യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. നിന്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ. ഒരൊറ്റ ചാട്ടം ആ ബണ്ണി അവിടുന്ന് പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. നല്ല മഴയൊന്നും നനയാതെ ഉണങ്ങിയ ശരീരമായിട്ട് വളരെ സന്തോഷത്തോടുകൂടെ അങ്ങനെ ചാടി ചാടി ആ ബണ്ണി, ആ മുയൽ അവിടുന്ന് പോയി. കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 2 യൂണിറ്റ് 1 ആൻഡ് അംബ്രല്ല ഫോർ ഓൾ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310.